നമുക്കറിയാം മറ്റ് പല ഭാഷകളിലെ ഇൻഡസ്ട്രീസിലെ ആളുകൾ അസൂയയോടുകൂടെ നോക്കിക്കാണുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് നല്ല സ്റ്റോറീസ് നല്ല ഫിലിംസ് നല്ല വർക്ക്സ് ഉണ്ടായിട്ടുണ്ട്. നല്ല ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഉണ്ട്. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടും ഇത്രയും മികച്ച ടെക്നീഷ്യൻസും ആക്ടേഴ്സും ആക്ട്രസസും ഉണ്ടായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് എന്തുകൊണ്ട് ഒരു ഒരു സൂപ്പർ ഹീറോ മൂവി അല്ലെങ്കിൽ മൂവി സീരീസ് ഈ മാർവൽ, അവെഞ്ചേഴ്സ് അതുപോലെയുള്ള ഒരു മൂവി സീരീസ് വന്നിട്ടില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിന്നൽ മുരളി വരുന്നത്, ആൻഡ് വിച്ച് വാസ് ഗ്രേറ്റ്. ഇപ്പൊ ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ. നമസ്കാരം, ഞാൻ ഹരിലക്ഷ്മി. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വാൺ ചെയ്യുന്നു, സ്പോയിലേഴ്സ് ഉണ്ടാകാം. മാക്സിമം സ്പോയിലേഴ്സ് ഇല്ലാതെ തന്നെ എൻ്റെ റിവ്യൂ പറയാനായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ മൂവി കണ്ടിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാം എന്ന് വിചാരിച്ചത്. ബിക്കോസ് മൂവി റിലീസ് ചെയ്തിട്ട് കുറേ ദിവസമായി, എന്നാലും കാണാൻ പറ്റിയത് ഇപ്പോഴാണ്. കാണാൻ പോയപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടല്ല കാണാൻ പോയത്. ട്രെയിലറിൽ നിന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഓക്കെ, അധികം എക്സൈറ്റ്മെന്റ് വെക്കാണ്ട് കാണാതെ പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടൊന്നും അല്ല കാണാൻ പോയത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി, വളരെ എക്സൈറ്റ്മെന്റ് ഉണ്ടായി. മാക്സിമം ആ എക്സൈറ്റ്മെന്റ് വെളിയിലേക്ക് വരാതെ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ടോണിൽ നിന്നുകൊണ്ട് റിവ്യൂ തരാനായിട്ട് ആണ് ശ്രമിക്കുന്നത്. പറ്റണ്ടേ? മൂവി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിനൊരു കുറവ് പറയാനായിട്ട്? എനിക്കൊരു നെഗറ്റീവും പറയാനായിട്ട് തോന്നുന്നില്ല. എല്ലാ എലമെന്റ്സും, ഓരോ എലമെന്റും മോശം അല്ലെങ്കിൽ അത്ര പോരാ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തന്നെ തോന്നിയില്ല. എല്ലാം ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. കാസ്റ്റിംഗിലേക്ക് വരികയാണെങ്കിൽ മെയിൻ ലീഡ് ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം, കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, സാൻഡി, അരുൺ കുര്യൻ, ചന്തു സലീംകുമാർ, ഇവരൊക്കെയാണ് മെയിൻ റോൾസിൽ വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് കുറെ ക്യാമിയോ റോൾസ് ഉണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കണ്ടവർക്കറിയാം. കോഴ്സ് എല്ലാവരും ബൈ ദിസ് ടൈം കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും കുറെ സർപ്രൈസിങ് ആയിട്ടുള്ള ക്യാമിയോ റോൾസ് ഉണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ റോള് ഒരു രക്ഷയില്ല ആയിട്ട് ചെയ്തു. ആൻഡ് കല്യാണിയിലേക്ക് വരുവാണെങ്കിൽ, ഞാൻ സൂപ്പർ ഹീറോയിൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മൈൻഡിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് ലെവലിലുള്ള ആക്ട്രസസിനെയാണ് വരുന്നത്. പിന്നെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഫൈറ്റ് സീൻസ്, ആക്ഷൻ സീൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് മൈൻഡിൽ വരുന്നത് കട്രീന കൈഫ്, പ്രിയങ്ക ചോപ്ര, അവരുടെ ആക്ഷൻ സീൻസ് ആണ് വരുന്നത്. മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ട്. ജയ ഹേയിലെ ദർശന. പിന്നെ മൈൻഡിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്നാബൻ കൽക്കിയിൽ ഒരു ആക്ഷൻ പ്ലസ് ഒരു ചേസ് ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അത് വളരെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഒരിക്കലും നമ്മുടെ ആക്ട്രസസ് ഇങ്ങനെ ഇത്ര ടാലന്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് എൻ്റെ മൈൻഡിൽ ഒരിക്കൽ പോലും കല്യാണി എന്നല്ല, അങ്ങനെ ആരെ പിന്നെയും എൻ്റെ മൈൻഡിൽ എനിക്ക് ഇച്ചിരി സങ്കല്പിക്കാൻ പറ്റിയത് അനബനാണ്. ബിക്കോസ് ആ ഒരു കൽക്കിയിലെ ആ ഒരു സീൻസ് കണ്ടപ്പോൾ, അപ്പോൾ അതിലൊരു ക്യൂട്ട് പ്ലസ് ഒരു ആക്ഷൻ അങ്ങനെയുള്ള ഒരു സീൻസ് ആണ് പുള്ളിക്കാരി, അവിടെ ആ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അനബിന് അപ്പുറത്തേക്ക് എനിക്ക് വേറെ ആരും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ബട്ട് കല്യാണി ആ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്തത് എല്ലാം, ലുക്സ് ആയിക്കോട്ടെ, ലുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും കോസ്റ്റ്യൂം, മേക്കപ്സ് എല്ലാം അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ബട്ട് ആ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്ത രീതി, ഓരോ പോസ്റ്റേഴ്സ്, ഓരോ സീനിലും നടപ്പ്, നിപ്പ്, ഇരിപ്പ്, എല്ലാം നമ്മൾ ഓരോ സീൻ ബൈ സീൻ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു പോസ്റ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയാനായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു ചന്തു സലീംകുമാറിന്റെ. പുള്ളി ഒരു രക്ഷയില്ല. കോമഡി സീൻസ് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ചിരിക്കാനുണ്ടായിരുന്നു. ഞാൻ അത്ര ചിരിക്കുന്ന ആളല്ല, പക്ഷെ ആ തിയേറ്ററിന്റെ വൈബ് കൊണ്ടാണോ എല്ലാവരും, ഞാൻ മാത്രമല്ല ഓഡിയൻസ് ഫുള്ള് ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സിറ്റുവേഷണൽ കോമഡീസ് ഉണ്ടായിരുന്നു, വേറെ ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ സിറ്റുവേഷൻസ് കൊണ്ട് ആൾക്കാർ നല്ല ചിരിച്ചു പോകുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഒരു ടൈമല്ല, പല അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. അത് എസ്പെഷ്യലി ചന്തു സലീംകുമാർ, നസ്ലിൻ, അവരുടെ, പിന്നെ അരുൺ കുര്യൻ, ഇവരുടെയൊക്കെ ഒരു കോംബോ
ഒരു രക്ഷയില്ല. പിന്നെ കുറെ ക്യാമിയോ റോൾസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതില് ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാലും ഇന്ന ആളുകൾ ഈ മൂവിയിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്ന് ഞാൻ വിചാരിച്ച കൊള്ളാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ച 1-2 പേര് മൂവിയിൽ ഇങ്ങനെ ക്യാമിയോ റോൾസ് ആയിട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, ഇത് എന്റെ എക്സ്പെക്ടേഷൻ മാത്രമായിരുന്നു കേട്ടോ, അല്ലാതെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ക്യാമിയോ റോൾസ് ഉണ്ടായിരുന്നു. കുറെ ഡയറക്ടർ ആൻഡ് സ്ക്രീൻ പ്ലേ ഡൊമിനിക് അരുൺ, സ്റ്റോറി ആൻഡ് കോ റൈറ്റേഴ്സ് ശാന്തി ബാലചന്ദ്രൻ, പ്രൊഡ്യൂസർ ദുൽഖർ സൽമാൻ, സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി, ചമൻ ചാക്കോ എഡിറ്റിംഗ്, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എല്ലാ എലമെന്റും അവരുടെ 100% കൊടുത്തു. ഈ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യാനും, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു സീരീസ് അവർ ഇറക്കാൻ തീരുമാനിക്കുമ്പോൾ അവർക്ക് ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയിൽ വളരെ നല്ല സക്സസ്ഫുൾ ആയിട്ട് നല്ല സ്റ്റാർഡം ഉള്ള ഒരു ആക്ടറിനെ വെച്ചിട്ട്, ഒരു മെയിൽ ആക്ടറിനെ വെച്ചിട്ട് ലീഡ് റോളിൽ അവരെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് കൊണ്ടു നിർത്തിയിട്ട് തുടങ്ങായിരുന്നു. ബട്ട് അവരുടെ കോൺഫിഡൻസ് ആണ്, തുറന്നു പറയാലോ, ഫീമെയിൽ ലീഡ്സ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ഫിലിംസ് ഒന്നും വിജയിച്ചിട്ടില്ല. ഉണ്ട്, ഫിലിംസ് ഇറങ്ങുന്നത് തന്നെ വളരെ കുറവാണ്. അങ്ങനെ ഇറങ്ങിയാൽ തന്നെ അതിലെല്ലാം ഒന്നും സക്സസ്ഫുൾ ആകണം, ബ്ലോക്ക് ബസ്റ്റർ ആകണം എന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർ ഇത് അക്സെപ്റ്റ് ചെയ്യോ? ഇങ്ങനെയുള്ള പല റിസ്ക് ഫാക്ടേഴ്സ് നിൽക്കുമ്പോൾ ഈ മൂവി ഒരു ഫീമെയിൽ ലീഡിനെ വെച്ച് ഒരു സൂപ്പർ ഹീറോയിൻ മൂവി ആയിട്ട് ആദ്യമേ തന്നെ ചാപ്റ്റർ 1 ചന്ദ്ര, അത് കല്യാൺ പ്രിയദർശനെ എൻട്രസ്റ്റ് ചെയ്ത് ആ റോള് കൊടുത്ത് ആ ഒരു സീരീസ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാണിച്ച ആ കോൺഫിഡൻസിന് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അവരെ ഇൻട്രസ്റ്റ് ചെയ്ത് ആ ഒരു എൻ്റെ മൂവി, അതിന് എത്ര ബഡ്ജറ്റ് ആകുമോ ആ ബഡ്ജറ്റ് അറിഞ്ഞ് കണ്ട് ചെലവാക്കാൻ കാണിച്ച ആ ഒരു കോൺഫിഡൻസ് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ദുൽഖർ ആൻഡ് ഇഫ് കോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും സമ്മതിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ കമ്മിങ് ടു ദ ഡിറക്ഷൻ, ഞാൻ അത്ര ടെക്നിക്കലി പറയാനായിട്ട് ആളല്ല, പക്ഷെ ഓരോ സീൻസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷ്വൽസ്, അതായത് സിനിമാറ്റോഗ്രാഫി, ഓരോ വിഷ്വൽസ്, ഓരോ സീൻ ബൈ സീൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കളറിങ്, അതിന്റെ എന്താ പറയാ, ഓരോ സീൻസ് കാണുമ്പോൾ എന്ത് രസമായിട്ട് എടുത്തിരിക്കുന്നത്, അതിന്റെ കളറിങ്, മലയാളം സിനിമ തന്നെയാണോ നമ്മൾ കാണുന്നതെന്ന് തോന്നിപ്പോ. അതിന്റെ കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, BGM എല്ലാം നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരും. എനിക്ക് പല പോർഷൻസിലും ഇങ്ങനെ, എനിക്കറിയത്തില്ല, എനിക്ക് പേഴ്സണലി എനിക്ക് ഗൂസ് ബംസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പല പോർഷൻസിലും. വേറൊരാൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കുമ്പോൾ ഫാമിലി ഓഡിയൻസ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എനിക്ക് മനസ്സിലായത്. കാരണം ഓരോ കോമഡി സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും തിയേറ്ററിൽ എല്ലാവരും കൂടെ ഇങ്ങനെ കൈയടിക്കുകയും ചിരിക്കുകയും ആയിരുന്നു. ഭയങ്കര ലോഫിംഗ് ആണ് ഞാൻ കേട്ടത്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഇത്രയും അക്സെപ്റ്റൻസ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ ഇടയിൽ ഇത്രയും അക്സെപ്റ്റൻസ് മൂവിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഈ ഓരോ എലമെന്റ്സ്. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെ നെഗറ്റീവ് ഒന്നും തോന്നിയില്ല. ബട്ട് ഇതിലൊരു ഒരു ചെറിയൊരു റൊമാൻസ് ഒരു ലവ് സ്റ്റോറി ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ സ്റ്റോറി വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പറയാതിരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ഒരു കെമിസ്ട്രി അത്രയ്ക്ക് വർക്ക്ഔട്ട് ആയിട്ട് തോന്നിയില്ല അൺടിൽ അതിന്റെ ആ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി. അല്ലാതെ എനിക്ക് അത്ര കെമിസ്ട്രി വൈസ് അങ്ങനെ തോന്നിയില്ല. ഒരു പക്ഷേ അതിലും ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് കൂടുതൽ ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതല്ലാണ്ട് അതിലേക്ക് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഒരു റൊമാൻസ് ഒക്കെ ഈ മൂവിയിൽ കാണിക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഉറുമിയിലെ പൃഥ്വിരാജും ജമീലിയ ഡിസൂസ അവരുടെ ആ ഒരു കെമിസ്ട്രിയിൽ, ഒരു ഫയറുള്ള ഒരു കെമിസ്ട്രിയിൽ ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഈ മൂവിയുടെ തുടക്കത്തിൽ ഒരു ഹിന്റ് തരുന്നുണ്ട്, ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ഹിന്റ് തരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാണിക്കുമായിരിക്കാം മേ ബി. എൻ്റെ എക്സ്പെക്ടേഷൻ ആണ്, വേറെ ആരുടെയല്ല, എൻ്റെ എക്സ്പെക്ടേഷൻ ആണ്. വേറൊരാൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തായിരുന്നു. പക്ഷെ അതിലേക്ക് കൂടുതൽ അവർ കടന്നില്ല. പക്ഷെ അത് നെഗറ്റീവ് അല്ല, കാരണം അതിലും കൂടുതൽ കാര്യങ്ങൾ സ്റ്റോറി വൈസും ഒക്കെ പറയാനുണ്ട്. ഈ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇവർ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഐതിഹ്യമാലയിലെയൊക്കെ
പഴയ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെ കേട്ടിട്ടുള്ള കുറച്ച് സ്റ്റോറീസ്, അതിന്റെ ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഫിക്ഷണൽ ആണെന്നാണ് എന്റെ തോന്നൽ. അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഇൻസ്പയർ ചെയ്ത് അവരുടെ നെയിമൊക്കെ വെച്ചിട്ടാണ് മൂവി സെറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് വിച്ച് ഈസ് ഗുഡ്. അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയും നമ്മുടെ മിത്സ് എല്ലാം ലോകം അറിയട്ടെ. എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഏലിയൻസ് അങ്ങനെ ഇങ്ങനെ മറ്റേത് വേറെ യൂണിവേഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ വേണമെങ്കിൽ കൊണ്ടിടാമായിരുന്നു. പക്ഷേ ദേ ചോസ് നമ്മുടെ നമ്മുടെ ഐതിഹ്യമാല, നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ മിത്സ്. ഹിസ്റ്ററി എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നടന്നിട്ടുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അങ്ങനെ നമ്മുടെ മിത്സ്, ആ നമ്മുടെ മിത്സിനെ ചൂസ് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് അവരുടെ ആ ഒരു കെമിസ്ട്രി എനിക്ക് അത്ര ഇതായി വന്നില്ല അൺടിൽ ആ ഒരു ലാസ്റ്റ് മൊമെന്റിൽ അത് ഒരു കുറച്ച് അതിലൊരു ഫ്യൂച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് അതിൽ കൂടുതൽ ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം കഥ ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാമിയോ റോൾ ഉണ്ട്. ആക്ടർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് യെസ്, കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത്രയും നേരത്തെ ആ ഒരു മൂവിയുടെ ആ സീരിയസ് ആയിട്ടുള്ള ആ ഒരു ടോൺ അല്ലെങ്കിൽ ആ ഒരു പേസിൽ നിന്ന് മാറിയിട്ട് കുറച്ചൊരു ഫണ്ണി ആയിട്ടൊരു ഒരു ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചതായിരിക്കാം. അത് സ്റ്റോറിയിൽ എസെൻഷ്യൽ ആണോ, അത്രയും നേരം അത് വേണ്ടിയിരുന്നു എന്ന് ചോദിച്ചാൽ അത്രയും നേരം അത് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ആ സ്റ്റോറിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ആ ടോണിൽ നിന്ന് ഒരു സഡൻ ഡൈവേർഷൻ നമുക്ക് കുറച്ച് നേരത്തെ കിട്ടി. അത് എൻജോയ് ചെയ്യാൻ പറ്റി. അത് സ്റ്റോറിയിൽ അത്രയും ലോങ് അതായിട്ട് ലോങ് എന്ന് പറഞ്ഞാൽ അധികം ലോങ് അല്ല, ബട്ട് സ്റ്റിൽ കുറച്ച് നേരം ആ ഒരു ഡൈവേർഷൻ ആവശ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്രയും എസെൻഷ്യൽ ആയിരുന്നില്ല. ബട്ട് ആ ഒരു ക്യാരക്ടറിനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ച് മാറ്റിയാലും സ്റ്റിൽ ആ സ്റ്റോറി കൊണ്ടുപോകാമായിരുന്നു. ബട്ട് പുള്ളിയുടെ പെർഫോമൻസ് കാരണം, അതിന്റെ ഒരു ഓറ, ആ ഒരു പെർഫോമൻസ് കാരണം, അതിന്റെ ഒരു പോസിറ്റീവ് ഓറ കാരണം, പുള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് ഓറയാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് പുള്ളിയുടെ മൂവീസിലും ഒക്കെ, പുള്ളി ഇന്റർവ്യൂസിലും ഒക്കെ. അപ്പൊ ആ ഒരു ഓറ കാരണം ആണോ അറിയില്ല, ആ ഒരു അത്രയും നേരത്തെ ആ ഒരു സീരിയസ് ടോണിൽ നിന്ന് കുറച്ചൊരു ഡൈവേർഷൻ കിട്ടി. ഓവറോൾ പറയുകയാണെങ്കിൽ നല്ല മൂവിയാണ്. മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം OTT ഒന്നും കണ്ടാൽ ശരിയാവത്തില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ OTT വരട്ടെ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് നഷ്ടമായി പോയേനെ. അതാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക് ചെയ്യുക. ലൈക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.